ഞാനോ? ഞാനില്ല. കാരണം ഞാൻ ബിഗ് ബോസ് പോകില്ല എന്ന് ഉറപ്പിച്ച് തന്നെയാണ് ആതിരയുടെ ഫാമിലി ആയിട്ട് കയറിയത്. എനിക്ക് ബിഗ് ബോസ് അങ്ങനെ പറ്റുന്ന ഒരു മേഖല ഇതല്ല, പ്ലാറ്റ്ഫോം അല്ല. കാരണം ഞാൻ ഭയങ്കര ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ള ആളാണ്. പെട്ടെന്ന് കരയും. അപ്പോൾ അങ്ങനെ എനിക്കിങ്ങനെ എന്തെങ്കിലും ഡിബേറ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ തർക്കിച്ച് അങ്ങനെ പിടിച്ച് നിൽക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഭയങ്കര ഡൗൺ ആകും. അപ്പം അങ്ങനെയുള്ള ആൾക്ക് പറ്റിയ സ്ഥലമൊന്നുമില്ല. അത് നോക്കിക്കാണാം. പക്ഷേ നാദിറ റിയാസ് ഒക്കെ വന്നപ്പോൾ കമ്മ്യൂണിറ്റിക്ക് കുറേ ഇത് വന്നല്ലോ. ഒരുപാട് അക്സെപ്റ്റൻസ് എല്ലാം വന്നപ്പോൾ ഒരുപാട് കമ്മ്യൂണിറ്റി അക്സെപ്റ്റൻസ് വന്നു. അവർ ഒരുപാട് അപ്പോൾ കാര്യങ്ങൾ. ഇതുപോലുള്ള ഷോ നല്ലത് തന്നെയല്ലേ? ഇതുപോലുള്ള ഷോ നല്ലത് തന്നെയല്ലേ ഒരു കണക്കിന് നോക്കും? എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്. റിയാസൊക്കെയാണ് LGBTQ ഫുൾ ഫോം തന്നെ എന്താണെന്നും ഒക്കെ പറഞ്ഞു കൊടുത്തത്. നമുക്കൊരു കാര്യമായി പരിമിതമായിട്ടുള്ള കാര്യത്തെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ മീഡിയ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഇത്രയും കോടിക്കണക്കിന് ആൾക്കാർ കാണുന്ന ബിഗ് ബോസ് പോലുള്ള ഷോയിൽ ഇങ്ങനത്തെ റെപ്രസെൻറ്റേഷൻ വരുമ്പോൾ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് അങ്ങ് നോർമലൈസ് ചെയ്യപ്പെടാനായിട്ട് ഭയങ്കര ഹെൽപ്പായിട്ടുണ്ട്. അതായത് നമ്മളും മറ്റുള്ളവരെ പോലെ തന്നെയാണ്, അതേ ഫീലിങ്സോട് കൂടിയിട്ടുള്ള അതേപോലെ തന്നെ സംസാരിക്കുന്ന അത്രയും ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പബ്ലിക്കിന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഇതാണ്. കാരണം ആൾക്കാർക്ക് അറിയാൻ മേലാത്ത ആൾക്കാർക്കൊരു ധാരണയുണ്ട്, ഇവരെന്ന് വെച്ചാൽ എന്തോരം അനുഗ്രഹ ജീവികളാണ്. അങ്ങനെ അപ്പോൾ ആ ഒരു ധാരണയൊക്കെ മാറ്റാനായിട്ട് പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിലില്ല? ഞാനില്ല. എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ സിനിമ, മോഡലിംഗ് അതൊക്കെയാണ്. അല്ല, ഇൻവിറ്റേഷൻ വന്നല്ലോ? ഇല്ല, അത് ഞാൻ പറയുന്നില്ല. കാരണം ഞാനില്ല, ബിഗ് ബോസ് പോകത്തില്ല. കാരണം എനിക്ക് പറ്റിയ സ്ഥലമല്ല അത്. ഓക്കെ, താങ്ക് യു.